എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുമ്പോഴുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് അതിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ആദ്യത്തെ ടിപ്പ് മുതൽ നോക്കാം. ഇപ്പം ഞാൻ സ്റ്റോറി എടുത്ത് അതിൽ ജസ്റ്റ് ഒരു ഇമേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്കിനി ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടെക്സ്റ്റിൻ്റെ ടൂൾ എടുത്തു. ടെക് മീഡിയ എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ഇതിനൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറ് ഈ താഴത്തെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാണ് ചെയ്യാറ്. പക്ഷേ നമുക്ക് ഇതിലുള്ളതിനെക്കാട്ടിയും കൂടുതൽ കളേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഡിഫോൾട്ട് കളറിൽ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കളറ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് പലർക്കും അറിയാം, എങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിന് ഒരു റെയിൻബോയുടെ ഒരു കളർ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിൽ സെലക്ട് ചെയ്തത് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. പിന്നെ നമ്മുടെ കളേഴ്സിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് ഡീസെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വിരൽ ഈ കളേഴ്സിൽ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെയിൻബോയുടെ ഒരു എഫക്റ്റ് കിട്ടും. നമുക്ക് നോക്കാം. വലിയ ടെക്സ്റ്റൊക്കെ ആണെങ്കിൽ നല്ലൊരു എഫക്റ്റ് കിട്ടും. അപ്പോൾ അത്ര ശരിയായിട്ടില്ല, ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഏകദേശം ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. എങ്കിലും നല്ല ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് കിട്ടും. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മോഡിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്തായിരിക്കും വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഫിംഗർ മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൂം ചെയ്യാനും താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സൂം ഔട്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷനുണ്ട്. അടുത്ത ടിപ്പ്, നമ്മുടെ സ്റ്റോറി നമുക്ക് ആരിൽ നിന്നെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഉള്ളൊരു ഓപ്ഷനാണ്. അതിന് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ വരിക. എന്നിട്ട് ഇവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ട്, അതെടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റോറി സെറ്റിങ്സ് കാണും, അതെടുക്കണം. സ്റ്റോറി കൺട്രോൾ എന്നാണ് അതിൽ കിടക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ ഹൈഡ് ഫ്രം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിലിപ്പോൾ 0 പീപ്പിളാണ് കിടക്കുന്നത്. അത് ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോളോവേഴ്സിൽ നിന്ന് ആരിൽ നിന്നൊക്കെ ഹൈഡ് ചെയ്യണോ അത് ചൂസ് ചെയ്ത് കൊടുത്ത് ഈ ടിക്ക് ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്നൊക്കെ ഇത് ഹൈഡ് ആവും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.